ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ മേക്ക് ഓവറാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമ്മൾ ബോട്ടിൽ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഒരു ബിയറിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. ബിയറിൻ്റെ എന്നില്ല, ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഏത് കുപ്പി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിൻ്റെ സ്റ്റിക്കറൊന്നും പറിച്ച് കളയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാനിവിടെ സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം, പക്ഷേ അത് ഒട്ടിപ്പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫെവി ബോണ്ട് എടുത്തേക്കുന്നത്. ഇതാകുമ്പം വേഗം ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് വൂളൻ ത്രെഡ്. നമുക്ക് 2 കളർ വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂവും പീച്ച് കളറുമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കളർ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ത്രെഡിൻ്റെ 2 അറ്റങ്ങളും ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് അതിൽ നിന്ന് വേണ്ടത്ര ഊരിയെടുക്കാം. ഫുള്ളേ ഊരിയെടുക്കാതെ കൊണ്ട് കുറച്ച് ആദ്യമേ ഇങ്ങനെ ഊരിയെടുത്ത് വയ്ക്കുക. അതിനുശേഷം 2 അറ്റവും ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടി ട്വിസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനിയും ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് മാത്രം അപ്ലൈ ചെയ്തെടുക്കുക. ഇനിയും ആ ത്രെഡിൻ്റെ 2 അറ്റങ്ങളും പിടിച്ച് നമ്മൾ ആ ഗം അപ്ലൈ ചെയ്തെടുത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് അതിലിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിലെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേ കുറച്ച് പാടുള്ളൂ. ഇത് നമ്മൾ കുറച്ചങ്ങ് ബോട്ടിൽ ചുറ്റി കഴിയുമ്പോഴത്തേനും ഈ ത്രെഡ് ഇങ്ങനെ ട്വിസ്റ്റായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കൊടുത്തേച്ചാൽ മതി. അത് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ബോട്ടിലിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിങ്ങനെ ഊരി പോകും. അതിനു വേണ്ടിയാണ്. അല്ലാതെ നമ്മുടെ ഫുള്ള് ബോട്ടിലിൽ ഗം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി.
ഇനിയും ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ബോട്ടിലൊന്ന് തിരിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് വേഗം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു രീതിക്ക് ഇത് ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അടിവശം വരുമ്പോഴത്തേനും നമുക്ക് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ആ ബോട്ടിലിൻ്റെ എൻഡ് പോർഷനിൽ എത്തുമ്പം ഇതിങ്ങനെ താഴോട്ട് ഊർന്നൂർന്ന് പോകും. എവിടെ വെച്ച് നിങ്ങളുടെ ഈ ത്രെഡ് താഴോട്ട് ഊർന്നു പോകാൻ തുടങ്ങുന്നു അപ്പം നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്ത് വിടാവുന്നതാണ്.
അപ്പം നമ്മുടെ ബോട്ടിൽ ഫുള്ള് ചെയ്തെടുത്ത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഒരുപാട് പൈസയൊന്നും മുടക്കാതെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.